ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘ, ഒരു കണക്കിന് അവൻ ഇപ്പം തന്നെ ഇവിടെ വന്നത് നന്നായി. ഇപ്പം തന്നെ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്ത് വാങ്ങിക്കാം. അവൻ ഈ ഡോക്യുമെൻറ്റ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇനി മേലാൽ ഈ ഭാഗത്ത് നിന്നെ കണ്ടുപോകരുത് എന്ന്. അതേസമയം മനീഷ് പ്രിയയുടെ അടുത്ത് എത്തി. എന്നിട്ട് മനീഷ് പറയാണ്, ഇതാ പ്രിയ, മോൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. താങ്ക്സ് അച്ഛാ. പ്രിയ ചോക്ലേറ്റ് വാങ്ങിച്ചതിന് ശേഷം അച്ഛന് മൊത്തം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അച്ഛൻ തിരിച്ചും ഉമ്മ കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. മേഘ അമ്മാവനെ നോക്കുകയാണ്. അമ്മാവനും പുച്ഛത്തോടെ നോക്കുകയാണ്. വരൂ അമ്മാവ, നമുക്ക് പോകാം. ശരി മോളെ. അപ്പോൾ മോള് ചോദിക്കുകയാണ് അച്ഛനോട്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പറായിരിക്കുന്നു. താങ്ക് യു അച്ഛാ. അപ്പോഴേക്കും അമ്മാവനും മേഘയും അവിടെ എത്തി. അമ്മാവൻ കുട്ടിയോട് പറയാണ്, കയറിപ്പോ. അപ്പോൾ അവൾ അച്ഛനടുത്ത് അല്പം മാറി നിന്നു. അപ്പോൾ മനീഷിനോട് ചോദിക്കുകയാണ് മനോഹരൻ, എന്താ മനുഷ്യേ, സുഖം തന്നെയല്ലേ? അവസാനമായിട്ട് മോളെ ഒന്ന് കാണാൻ വന്നതാണോ? ഞങ്ങളിന്ന് ഒന്നും പറയില്ലെന്നേ. അതിനു മുമ്പായി ആദ്യം ഈ ഡോക്യുമെൻറ്റിൽ ഒന്ന് ഒപ്പിട്ട് തന്നെ. എന്ത് ഡോക്യുമെൻറ്റാ? മനീഷ് ചോദിക്കുക. അപ്പോൾ മനോഹരൻ, അന്ന് പണം തന്നപ്പോൾ ഒരു ഡീല് തന്നില്ലേ, അതിനുള്ള ഡോക്യുമെൻ്റാണിത്. ഇതാ, വായിച്ച് നോക്കിയിട്ട് ഒപ്പിട്ടിട്ട് തന്നെ. വായിച്ച് നോക്കിക്കോ, പെട്ടെന്നാവട്ടെ. എന്നിട്ട് മനോഹരൻ മേഘയോട് പറയാണ്, ഒപ്പിടും. ഓ, ഞാൻ എന്നേക്കുമായിട്ട് പ്രിയയെ വിട്ടു പോകണം, അതല്ലേ ഇത്, അല്ലേ? അത് തന്നെ എഴുതിയിരിക്കുന്നത്, ഒപ്പിട്ടുതാ. അപ്പം മനീഷ് പറയാണ്, ഇപ്പം ഒപ്പിട്ട് തരാം കേട്ടോ. മനീഷ് ആ ഡോക്യുമെൻ്റ് കയ്യിൽ വെച്ചിട്ട് മേഘയെ നോക്കുകയാണ്. അതിനുശേഷം മേഘയെ നോക്കിയതിന് ശേഷം ആ ഡോക്യുമെൻ്റ് നടുകെ കീറിക്കളഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ മേഘ ചൂടാകാണ്. ഏയ് എന്തായി ചെയ്തേ? നോക്കിയേ മേഘ, അത് കീറിക്കളഞ്ഞു. എന്താ മനുഷ്യ ചെയ്തത്? മനീഷ് അത് കഷ്ണങ്ങളാക്കിയിട്ട് മേഘയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. മേഘ അത് കണ്ടിട്ട് പറയാണ്, എന്തായി ചെയ്യുന്നേ? അതേപോലെ തന്നെ മനോഹരനും പറയാണ്, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ആ ഡോക്യുമെൻ്റ് കീറിയിട്ട് മേഘയുടെ മുഖത്ത് തന്നെ എറിഞ്ഞത്? മനോഹരൻ അത് പറഞ്ഞതിന് ശേഷം മനീഷിൻ്റെ മുഖത്തടിക്കാൻ വേണ്ടി കൈയോങ്ങി. ആ കൈ മനീഷ് പിടിച്ച് പിന്നിലാക്കിയിട്ട് നന്നായിട്ട് ഒടിക്കുകയാണ്. എന്താ ഇത്, അമ്മാവനെ അടിക്കരുത്. അതൊന്നും മനീഷ് കാര്യമാക്കുന്നില്ല. മനീഷ് മനോഹരനെ അടിച്ചൊരു വിധത്തിലാക്കിയിട്ട് പുറത്തോട്ട് തള്ളുകയാണ്. അപ്പോൾ മേഘ പോയിട്ട് പറയാണ്, എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ അമ്മാവൻ്റെ മേൽ കൈവെക്കുന്നോ? അയ്യോ അമ്മച്ചി, എൻ്റെ കയ്യേ എന്ന് പറഞ്ഞ് മനോഹരൻ നിലവിളിക്കുകയാണ്. അപ്പോൾ മേഘ പറയാണ്, അന്ന് 10 ലക്ഷം രൂപ ഒരു ഉളുപ്പില്ലാതെ വായിച്ചു കൊണ്ടുപോയല്ലോ. ചോദിക്കും മോളെ, അങ്ങനെ തന്നെ ചോദിക്കുക. അപ്പോൾ അവൻ ഇപ്പോൾ അതിനെന്താ ഒരു ഉത്തരം തരാത്തത്? ഞങ്ങൾ പറഞ്ഞതൊക്കെ സമ്മതിച്ചിട്ടില്ലേ പണം വാങ്ങിച്ചു കൊണ്ടുപോയത്? അതെ എന്ന് പറയാണ് മനോഹരനും. ഇപ്പോൾ എന്തിനാ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ മനീഷ് ചോദിക്കുകയാണ്, പ്രിയയെ വിട്ടു പോകാൻ വേണ്ടി 10 ലക്ഷം മാത്രം മതിയോ? നിനക്ക് എത്ര പണം വേണം എന്ന് നീ പറയും, ഞാൻ തരാം. അത് കേട്ട് മനീഷ് പറയാണ്, നീ കോടികൾ തന്നാലും ഞാൻ പ്രിയയെ വിട്ട് ഒരിക്കലും പോവില്ല. നീ എനിക്ക് തന്ന 10 ലക്ഷം രൂപയുണ്ടല്ലോ, അത് ഞാൻ പ്രിയയുടെ പേരിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരൻ പറയാണ്, എന്തോന്ന് ഡെപ്പോസിറ്റ് ചെയ്തെന്നോ? അത് കഴിഞ്ഞ് മനീഷ് ബാങ്ക് പാസ്ബുക്ക് എടുത്തിട്ട് മേഘയ്ക്ക് കൊടുത്തിട്ട് പറയാണ്, ഇതാ ബാങ്ക് പാസ്ബുക്കാണിത്. മേഘ പാസ്ബുക്ക് വാങ്ങിച്ചു നോക്കിയപ്പോൾ ശരിയാണ് പറഞ്ഞത്. ആ പാസ്ബുക്ക് മനീഷ് തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ട് പറയാണ്, നീ എനിക്ക് ക്യാഷ് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടു പോകും എന്ന് നീ കരുതിയോ? പ്രിയയ്ക്ക് ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുക്കും. എൻ്റെ ലോകം തന്നെ ഇവളാ. മോൾക്ക് വേണ്ടി എന്ത് നഷ്ടം വന്നാലും എനിക്ക് കുഴപ്പമില്ല. നീ തരുന്ന ക്യാഷൊക്കെ പ്രിയയുടെ കാലിനടിയിലെ മണ്ണിന് സമമാണ്. ഇനി മേലാൽ പ്രിയയെ എന്നിൽ നിന്നും അകറ്റണം എന്ന് വിചാരിച്ചാൽ സൂക്ഷിച്ചോ. എടാ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ മനീഷ് പറയാണ്, ഇവൾ ആരാണെന്ന് ഓർത്തിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. എന്നിട്ട് മനീഷ് ചിരിച്ചുകൊണ്ട് പ്രിയയോട് പറയാണ്, പ്രിയ മോളെ, നിന്നെ ഞാൻ നാളെ പത്മനാഭപുരം കൊട്ടാരം കാണാൻ കൊണ്ടുപോകാം. ഇവിടെ രാജാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ കാണാം, പൂന്തോട്ടങ്ങളും കാണാം, പിന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ശില്പം എല്ലാം ഉണ്ട് അവിടെ. എല്ലാം മോക്ക് ഞാൻ കാണിച്ചു തരാം. ശരി അച്ഛാ, ഞാൻ രാവിലെ വന്ന് മോളെ പിക്കപ്പ് ചെയ്യാം. ശരി, ഓക്കെ അച്ഛാ, ബായ് അച്ഛാ. മനീഷ് വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് പ്രിയയോട് യാത്ര പറയാണ്. ബായ് മോളെ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവളും ബായ് അച്ഛ എന്ന് പറയാണ്. ഇത് അവർ രണ്ടുപേരും പറയുന്നത് നോക്കി നിൽക്കാനേ മേഘയ്ക്ക് പറ്റിയുള്ളൂ. പിന്നെ കാണിക്കുന്നത് ആകാശിൻ്റെ വീടാണ്. ആകാശിൻ്റെ വീട്ടിൽ ആകാശിൻ്റെ അച്ഛൻ, അമ്മ ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആകാശ് ദുഃഖത്തോടെ ഇരിക്കുകയാണ്. എന്നിട്ട് ആകാശ് ചോദിക്കുകയാണ്, അച്ഛൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്?
അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്തിനെക്കുറിച്ചാണ് നീ ചോദിക്കുന്നത്? ഞാൻ ആരതിയുടെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അത്രയും മോശമായ ഒരാളുടെ മകളെ നമ്മുടെ കുടുംബത്തിലേക്ക് വേണ്ടാന്ന്. അത് ശരിയാവില്ല. അപ്പോൾ ആകാശ് പറയാണ്, അയാൾ ചെയ്ത തെറ്റിന് ആരതി എന്ത് ചെയ്യാൻ അച്ഛാ? വിവാഹത്തിന് ശേഷമാണ് ഈ കാര്യം അറിയുന്നതെങ്കിലോ നമ്മൾ ആരതിയെ തിരിച്ചയക്കുമായിരുന്നോ? അങ്ങനെ ചെയ്യില്ലല്ലോ. ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കച്ചാ. ആകാശിൻ്റെ വിഷമം കണ്ട് അമ്മയും ദുഃഖത്തോടെ ആകാശിനെ നോക്കുകയാണ്. അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, നീ ചെന്ന് പോയി നോക്ക് ആരാണെന്ന്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ചന്ദ്രികയായിരുന്നു. അപ്പോൾ ആകാശിൻ്റെ അമ്മ പറയാണ്, അകത്തേക്ക് ക്ഷണിക്കുകയാണ്, വരൂ ചന്ദ്രികയെ. ഏട്ടാ, ഇതാ ആരാ വന്നേ നോക്ക്. അപ്പോഴേക്കും ചന്ദ്രികയെ കണ്ടപ്പോൾ തന്നെ ആകാശ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമസ്കാരം സാർ, വരൂ ഇരിക്കൂ. സാർ, ഞാൻ ഇരുന്ന് സംസാരിക്കാനല്ല വന്നത്, ആരതിയുടെ കാര്യം സംസാരിക്കാനാണ് വന്നത്. ഞാനാണ് അന്ന് ഫോണിൽ ആരതിയുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞത് മുതൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും എന്നെ സംശയിക്കുകയാണ് സാർ. ആരതിയുടെ ജീവിതം ഞാനാണ് നശിപ്പിച്ചത് എന്നാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത്. സത്യമായും അന്ന് ഫോണിൽ ഞാനല്ല സംസാരിച്ചത്. ആരതിയുടെ ജീവിതം വെച്ച് കളിക്കാനായി ആരോ എൻ്റെ ഫോണെടുത്ത് കളിപ്പിച്ചതാണ്. കാരണം മറ്റേതെങ്കിലും ഫോണിൽ നിന്ന് സാറിനെ വിളിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ ഫോൺ തന്നെ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് സാർ. ആരതിയുടെ അച്ഛൻ ജ്യോതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി റിലേഷൻഷിപ്പിൽ തന്നെയാണ്. അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല സാർ. പക്ഷേ അദ്ദേഹം ചെയ്ത തെറ്റിന് ആരതിയെ സാറ് ആകാശിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ് സാർ. അച്ഛനമ്മമാർ ചെയ്ത തെറ്റിന് കുട്ടികൾ എന്ത് ചെയ്യാനാണ് സാർ? പാവാണ് സാർ ആരതി, അവൾ ചെറിയ കുട്ടിയാണ് സാർ. അതുമാത്രമല്ല, ആരതിയും ആകാശവും പരസ്പരം സ്നേഹിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സാർ ഈ വിവാഹം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ മനസ്സും ഒരുപാട് വിഷമിക്കും സാർ. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഉള്ളത് ശരിയായ സ്നേഹമാണ്. അത് മനസ്സിലാക്കി സാറ് വേണം അവരെ ഒന്നിപ്പിക്കാൻ. ഈ വിവാഹം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞത് മുതൽ ആരതി മാനസികാവസ്ഥ വരെ തെറ്റിയതുപോലെ ഭക്ഷണം പോലും കഴിക്കാതെ ഒറ്റക്കിടപ്പിലാണ്. പ്ലീസ് സാർ, സാറിനോട് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ആരതിയുടെ അച്ഛൻ ചെയ്ത തെറ്റിന് അവളെ സാറ് വിഷമിപ്പിക്കരുത്. അതെല്ലാം കേട്ട് ആകാശിൻ്റെ അച്ഛൻ പറയാണ്, ഒരു പെണ്ണിൻ്റെ വേദന മറ്റൊരു പെണ്ണിനെ മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഞാൻ ക്ഷമിച്ചാലും എൻ്റെ ബന്ധുക്കൾ ആരും ക്ഷമിക്കില്ലല്ലോ. അവരെ മറികടന്ന് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും ആരതിയുടെ അച്ഛന് മറ്റൊരു റിലേഷൻസ് ഉള്ളത് അറിഞ്ഞിട്ടുണ്ടാവും. ആരതിയുടെ അച്ഛന് മറ്റൊരു റിലേഷൻ ഉള്ള കാര്യം അറിഞ്ഞിട്ടും ഞാൻ ഈ കല്യാണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമാവില്ല. പിന്നെ എല്ലാ ബന്ധുക്കളും ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഒരേ ഒരു മകനുള്ള എനിക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. സാർ, മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നത് മാറ്റിവെച്ചിട്ട് സ്വന്തം മോന് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം സാർ. സാറിൻ്റെ തീരുമാനം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാലും ഇല്ലെങ്കിലും അത് സാറിൻ്റെ മകനെ സന്തോഷിപ്പിക്കണ്ടേ സാർ? ചന്ദ്രിക, പെട്ടെന്ന് അങ്ങനെയൊന്നും എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ചന്ദ്രിക വിഷമത്തോടെ ആകാശത്തിനെ നോക്കുകയാണ്. ആകാശ് അതേപോലെ തന്നെ ചന്ദ്രികയെ നോക്കുകയാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ, എനിക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്കൊരു തീരുമാനം ഇതിനെപ്പറ്റി എടുക്കാൻ കഴിയില്ല. പിന്നെ ആരതിയും ആകാശുമായിട്ടുള്ള വിവാഹം നടക്കുന്നതിന് ഒരു സാധ്യതയില്ല. അത് കേട്ട് ചന്ദ്രിക ഒന്ന് ഞെട്ടുകയാണ്. ചന്ദ്രിക വല്ലാതെ അപ്സെറ്റായിരിക്കുകയാണ്. ചന്ദ്രിക ആലോചിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രിക പറയാണ്, സാർ എന്ത് തീരുമാനം എടുത്താലും ആരതിയെ സ്വന്തം മകളായിട്ട് ഒരു തീരുമാനം എടുക്കണം. എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്രിക വിഷമത്തോടെ അവിടെ നിന്ന് നടന്നു പോവാണ്. പിന്നെ കാണിക്കുന്നത് മേഘയാണ്. മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ മേഘയുടെ ക്യാബിനിൽ ഇരുന്നിട്ട് ആർക്കോ ഫോൺ ചെയ്യാണ്. എന്നിട്ട് പറയാണ്, ഒന്ന് എളുപ്പത്തിൽ അത് അയക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോഴേക്കും മനോഹരൻ കയറി വന്നു. മേഘ, പറയൂ അമ്മവ. മേഘ, ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താ അമ്മവ? അത് എംപ്ലോയീസിന് ഈ മാസം ശമ്പളം കൊടുക്കാൻ പറ്റില്ല മോളെ. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പറഞ്ഞതാ. എന്താ അമ്മവ ഈ പറയുന്നേ? അതേ മോളെ, ഓൾറെഡി 2 മാസമായി ജോലി ചെയ്തവർക്കൊന്നും ശമ്പളം കൊടുത്തിട്ടേ ഇല്ല. അതേപോലെ തന്നെ ഈ മാസവും ശമ്പളം കൊടുക്കാൻ പണമില്ല എന്നാണ് പറഞ്ഞത്. ഈ കാര്യം ഇപ്പോൾ എംപ്ലോയീസ് അറിഞ്ഞാൽ കാര്യം വഷളാവും മോളെ. അമ്മാവ, നമ്മൾ ക്രൈസിസിലാണ് ഉള്ളതെന്ന് എംപ്ലോയീസിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അടുത്ത മാസം ഉറപ്പായിട്ടും മുഴുവൻ ശമ്പളവും കൊടുക്കും എന്ന് പറയും. അതെങ്ങനെയാ മോളെ? 1 മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ ഒരു ന്യായമുണ്ട്.
3 മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് മോളെ എംപ്ലോയീസൊക്കെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത്? എന്താ അമ്മാവ പറയുക? പണമില്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ലെന്നല്ലേ പറയാൻ പറ്റൂ? അടുത്ത മാസം എല്ലാവർക്കും ശമ്പളം വന്നിരിക്കും. 3 മാസത്തെ ശമ്പളം ഒരുമിച്ച് വാങ്ങിക്കോളൂ എന്ന് പറയും. ഞാൻ വേണമെങ്കിൽ പോയി പറഞ്ഞു നോക്കാം, പക്ഷേ അവർ സമ്മതിക്കുമോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. അയാൾ വിഷമത്തോടെ തിരിച്ചു പോയി. എന്നിട്ട് പറയാണ്, ഇതിപ്പോൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയില്ലല്ലോ. മനോഹരൻ അവരുടെ അടുത്ത് വന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, പാവം 2 മാസമായി ശമ്പളം കൊടുക്കാത്തത്. അപ്പോൾ ഈ മാസവും ശമ്പളം ഇല്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? എല്ലാവരും എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയില്ലല്ലോ. പറഞ്ഞു നോക്കാം. ഒരാൾ വന്നു. എന്നിട്ട് പറയാണ്, സാർ ഈ മാസം എപ്പോഴാണ് സാർ ശമ്പളം കിട്ടുന്നേ? കിട്ടുമെന്നേ ഞാനല്ലേ പറയുന്നേ, മനോഹരൻ പറയാം. അപ്പോൾ ഒരു സ്റ്റാഫ് പറയാണ്, ഈ മാസവും കിട്ടാറായി സാർ, ഇതുവരെ കിട്ടിയില്ലല്ലോ. ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്നവരാണ്, ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാം സാർ? ഒന്ന് വേഗം ഇടാൻ പറയും സാർ. ശരി, ഇപ്പം പറയാം. എല്ലാവരും പോയി കൃത്യമായി ജോലി ചെല്ല്. ശരി. അയ്യോ, ഇതാകെ പ്രശ്നമായിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ഈ മാസവും ശമ്പളം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി കൂട്ടത്തോടെ വരും. ഇപ്പോൾ ഒന്നും പറയണ്ട, ഇനിയിപ്പോൾ മേഘ തന്നെ പറയട്ടെ. ഞാനിപ്പം ഇവിടുന്ന് പോകുന്നത് നല്ലത്, മനോഹരൻ ചിന്തിക്കുക. സിദ്ധു അവിടെ ഒരു കടത്തിണയിൽ നിന്നിട്ട് ചായ കുടിക്കുകയാണ്, ഫോൺ നോക്കിക്കൊണ്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ അതുവഴി ആകാശ് പോവുകയാണ് വണ്ടിയുമായിട്ട്. അപ്പോൾ ആകാശ് നോക്കുമ്പോൾ സിദ്ധുവിനെ കാണുന്നു. അപ്പോൾ ആകാശ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സിദ്ധു ആകാശിനെ കണ്ടപ്പോൾ തന്നെ, ഹായ് ആകാശ്. സിദ്ധു സാർ, സുഖമായിരിക്കുന്നു? ഓ സുഖമായിരിക്കുന്നു. സുഖമല്ലേ? സുഖം. വാ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് സിദ്ധു ആകാശിനെ ക്ഷണിക്കുകയാണ്. സാറില്ല, അതൊന്നും വേണ്ട, ആകാശ് പറയാം. സാറിനോട് എനിക്കൊന്ന് സംസാരിക്കണം. അപ്പോൾ സിദ്ധു പറയാണ്, പറഞ്ഞോളൂ. ആകാശ് പറയാണ്, ചന്ദ്രിക ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അച്ഛനോടവർ ഈ വിവാഹം മുടക്കരുത്, ഉറപ്പായിട്ട് നടത്തണം എന്ന് അവർ പറഞ്ഞു. പക്ഷേ അച്ഛനത് സമ്മതിച്ചില്ല. എനിക്ക് ആരതിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അച്ഛനെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് അച്ഛൻ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് വല്ലാതെ വാശി പിടിക്കുന്നത്. ഞാനും അതുപോലെ തന്നെ അച്ഛനോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പക്ഷേ അച്ഛൻ കേൾക്കുന്ന ലക്ഷണമേ ഇല്ല. കുറച്ചു ദിവസം കഴിയട്ടെ സാർ, ഞാൻ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാം. വേണ്ട ആകാശ്, അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ആ കാര്യവും പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നത്? വിട്ടേക്ക്. ഇനി വിവാഹം നടന്നു എന്ന് തന്നെ വെച്ചോ. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം നടത്തി പിന്നീട് ഇതെന്തിനാ നടത്തിയത് എന്നോർത്ത് അവർക്ക് വിഷമമുണ്ടാകാൻ പാടില്ല. അവർക്കും അത് വലിയ വിഷമമായിരിക്കും. വേണ്ട, വിട്ടേക്ക്. ഞാനും ആരതിയും ഒരുമിക്കാൻ വേണ്ടിയാണ് ചന്ദ്രിക ഒരുപാട് കഷ്ടപ്പെടുന്നത്. ചന്ദ്രിക മറ്റൊരു കാര്യവും പറഞ്ഞു. അവരുടെ ഫോണിൽ നിന്ന് ആരോ ആണ് ഇത് വിളിച്ചു പറഞ്ഞത് എന്ന്. ഉറപ്പായും ഈ കാര്യം ചന്ദ്രിക അച്ഛനോട് പറയാൻ സാധ്യതയേയില്ല. അവരുടെ ഫോണിൽ നിന്ന് തന്നെ അവർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമോ? വീണ്ടും ആകാശ് അത് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, പിടിക്കപ്പെടരുത് എന്ന് കരുതുന്നവർ വേറെ ഫോണിൽ നിന്നല്ലേ വിളിക്കുക. ചന്ദ്രികയോട് ശത്രുതയുള്ള ആരോ ആണ് ഈ കാര്യം അച്ഛനെ വിളിച്ച് അറിയിച്ചത്. ആരതിയും ചന്ദ്രികയോട് വളരെ ദേഷ്യത്തിലാണ്. ചന്ദ്രികയെ ആരതി വിശ്വസിക്കുന്നേയില്ല. പക്ഷേ ചന്ദ്രിക ഇത് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരതിയോട് പറയണം സാർ, ഉറപ്പായും ഞാൻ അച്ഛനെ കൺവിൻസ് ചെയ്ത് ഈ കല്യാണം തന്നെ നടക്കും എന്ന്. ഓക്കെ ആകാശ്, ഞാൻ സംസാരിക്കാം. ഓക്കെ, ഞാൻ പോവാണ് സാർ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സിദ്ധു ചെടികൾക്കൊക്കെ വെള്ളമടിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരികയാണ് സിദ്ധുവിൻ്റെ അടുത്ത്. എന്നിട്ട് സിദ്ധുവിൻ്റെ അടുത്ത് പറയാണ്, സാറ് വിചാരിക്കുന്നത് പോലെ ആകാശിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടേയില്ല. സംഭവം നടന്ന അന്ന് ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് ഞാൻ പറയാം. ഞാനന്ന് മാർക്കറ്റിലേക്ക് പോയിരിക്കുകയായിരുന്നു. എല്ലാവർ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് കരഞ്ഞു. പക്ഷേ ഞാൻ അവളോട് വീട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനവൾക്ക് ബോറടിക്കുന്നു, എൻ്റെ ഫോൺ കൊടുത്തിട്ട് പോയാൽ അതിൽ നിന്നും ഗെയിം കളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ മലറിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ലക്ഷ്മി അമ്മയോടൊപ്പം മാർക്കറ്റിലേക്ക് പോയി. എൻ്റെ ഫോണിൽ നിന്നും ആ കോള് പോയ സമയത്ത് ഞാൻ ലക്ഷ്മി അമ്മയുമായി മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. സാറ് വേണമെങ്കിൽ എൻ്റെ അമ്മയോട് ചോദിച്ചു നോക്കൂ. സാർ, മലര് വലിയ വീട്ടിലെ വരാന്തയിൽ ഇരുന്ന് എൻ്റെ ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു. വന്ന് കളിക്കാൻ വിളിച്ചപ്പോൾ മലർ എൻ്റെ ഫോൺ ആ വലിയ വീട്ടിലെ വരാന്തയിൽ വെച്ചിട്ട് സോഫയിൽ വെച്ചിട്ട് അവൾ കളിക്കാൻ പോയി. ഇങ്ങോട്ട് വന്ന മേഘ ആ സോഫയിലിരുന്ന ഫോണെടുത്ത് ആകാശിൻ്റെ അച്ഛനെ വിളിച്ച് വാസു അമ്മാവനും ജ്യോതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയിച്ചു. പിന്നെ അവർ അന്ന് കളിച്ചതും അവർ ഫോൺ വെച്ചതും ഒക്കെ ചന്ദ്രിക പറയാണ്. മലർ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് നോക്കുന്ന സമയത്ത് കാണുകയാണ് മേഘ ഫോൺ അവിടെ കൊണ്ടേക്കുന്നത് സോഫയിൽ. അപ്പോൾ ഫോൺ താഴെ വീണു. ആ ഫോൺ മലർ പോയി എടുത്തിട്ട് സോഫയിൽ തന്നെ വെച്ചു.
അന്ന് എന്താണ് നടന്നത് എന്ന് ഞാൻ മലറിനോട് ചോദിച്ചപ്പോൾ അവളാണ് ഈ വിഷയം എന്നോട് പറഞ്ഞത്. മേഘയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അതെ, ഞാൻ തന്നെയാണ് ഈ വിഷയം പറഞ്ഞത്. നിനക്ക് ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എന്നോട് ചോദിച്ചത്. സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സാർ. എന്നോട് പകരം വീട്ടാനാണ് മേഘ ആ കാര്യം ചെയ്തത്. എല്ലാം കേട്ട് സിദ്ധു ഒന്നും മിണ്ടാതെ വിഷമത്തോടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത്, മേഘ, നിൻ്റെയും സിദ്ധുവിൻ്റെയും കല്യാണം നടത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതായത് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മേഘയും ജ്യോതിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചന്ദ്രിക കയറി വന്നിട്ട് അതൊക്കെ കേൾക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. 100% ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരും. ചന്ദ്രിക കയ്യോടെ മേഘയെ പിടിച്ചു. എന്നിട്ട് മേഘയോട് ചോദിക്കുകയാണ്, എന്താ പറഞ്ഞേ? ജ്യോതിയെ വാസുഅമ്മവനെ കൊണ്ട് നീ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമെന്നോ? അതെ. ഏയ് മേഘ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ജ്യോതിയെ നീ വാസുഅമ്മാവനെ കൊണ്ട് വിവാഹം കഴിച്ച് കൊടുപ്പിക്കില്ല. ഇപ്പം തന്നെ ജാനകി അമ്മയുടെ അടുത്ത് പോയി നിന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ ജാനകി പറയുകയാണ്, അതായത് സിദ്ധാർത്ഥ്, ഈ ഡിവോഴ്സ് പേപ്പർ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്ക്. അത് കേട്ട് അതായത് സിദ്ധുവും ചന്ദ്രികയും വാസുവും മേഘയും ഒക്കെ ഞെട്ടിത്തരിച്ച് നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്കും എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സി യു ഓൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജാനകിയുടെയും അഭിയുടെയും വീട് പ്രൊമോ ഇടുന്നുണ്ട്. അതും എല്ലാവരും കയറി കണ്ടിട്ട് അതിൻ്റെയും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സി യു ഓൾ.